ആദ്യം പാത്രം അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കൂലേ, അതിന് പകരമായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ സവാള, 2 വറ്റൽമുളക്, പകുതി ഉരുളക്കിഴങ്ങ്, പിന്നെ വെളുത്തുള്ളി. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കണം. സവാള ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സവാളയും 2-3 കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കയ്യിലുണ്ടായിരുന്നത് വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിരിക്കുകയാണ്, 3-4 കറിവേപ്പിലയില, ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആയി കിട്ടും. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നാടൻ ചിക്കനാണ്, അതാണ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തതാണ്. നമുക്കിതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നന്നായിട്ട് ഇതുപോലെ ഒരിക്കൽ കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചിക്കനൊക്കെ വെന്ത് കിട്ടുന്നതാണ്. ചിക്കൻ അത്യാവശ്യം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്രേവി ആവശ്യമാണെന്നുള്ളവർക്ക് മാത്രം കുറച്ച് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരല്പം കുരുമുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടി ഐറ്റംസിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി വന്നിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ടും കുരുമുളക് പൊടി ഒരല്പം എരിവിന് വേണ്ടിയിട്ടും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ വേറെ മസാല കൂട്ടോ വേറെ ഒന്നും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഈ ഒരു മഞ്ഞപ്പൊടിയുടെ ഒരു മഞ്ഞ മണമൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ചോറിനായിട്ട് നമ്മൾ ബീട്രൂട്ട് തോരനും ഇഞ്ചി കൂട്ടാനും എടുത്തിട്ടുള്ള അതിലേക്ക് ചിക്കൻ കറി കൂടെ വെച്ച് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.